ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇപ്പോ നിങ്ങൾ ഇരിക്കുന്നത് കരുവന്നൂർ ബാങ്കിന്റെ മുന്നിലുള്ള ബൂത്ത് കമ്മിറ്റി ഓഫീസിലാണല്ലോ. സുരേഷ് ഗോപിയുടെ സാധ്യതകൾ അല്ലെങ്കിൽ കരുവന്നൂരിലെ ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു വോട്ടെടുപ്പിനോട് പ്രതികരിച്ചത്? വോട്ട് ബി.ജെ.പിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 100% ബി.ജെ.പിക്ക് ചെയ്തിട്ടുണ്ട് വോട്ടൊക്കെ. കാരണം കരുവന്നൂർ ബാങ്കിന്റെ ഒരു പ്രശ്നം കണക്കിലെടുക്കുമ്പോഴായാലും ജനങ്ങൾക്ക് അതിനെതിരെ അവര് ഈ ഒരു പ്രതികരണം കൊണ്ടാണ് നേരിട്ടത്. നല്ല രീതിയിൽ വോട്ടിംഗ് ശതമാനം പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം കരുവന്നൂര് സുരേഷ് ഗോപിക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. കരുവന്നൂർ മാത്രമായിട്ട് കൊടുക്കും. പിന്നെ അതിൽ തൃശ്ശൂർ ജില്ല പെടും. പക്ഷെ ഞങ്ങൾ ഈ ബാങ്കിന്റെ പ്രശ്നം വന്നോടുകൂടിയും പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇവിടുത്തെ ആളുകൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഈ ബാങ്കിന്റെ പ്രശ്നത്തിൽ. അതുപോലെ തന്നെ ഇവിടെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോഴും നല്ല പോളിംഗ് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കണക്ക് നോക്കുമ്പോഴായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകെ ടോട്ടലി ഡിമ്മായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ ഒരു ബ്രൗഷർ കൊണ്ടിട്ടായാലും അവർ പറയാതെ വീട്ടിൽ വെച്ച് പോവാണ്. പിന്നെ അവരധികം സംസാരങ്ങളൊന്നുമില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ നിന്നുള്ളൊരു പറയാ പണ്ടത്തെ ഒരു സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഒരു വോട്ടിൻ പ്രചരണങ്ങളൊന്നും ഭവനങ്ങളിൽ ഉണ്ടായിട്ടില്ല. അവർ പോവാൻ മുതിർന്നിട്ടില്ല. കാരണം ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലായിരുന്നു. അവർക്ക് അതിനുള്ള അർഹതയില്ലല്ലോ. പിന്നെ അപ്പോൾ ജനം അവർക്കെതിരെ പ്രതികരിക്കുന്നത് ഈ വോട്ടിങ്ങിലൂടെയാണ്. കരുവന്നൂര് സുരേഷ് ഗോപി തൂത്തുവാരുമെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഒരു പ്രചരണം തന്നെയായിരുന്നു. കരുവന്നൂർ മേഖല, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം, അത് തൂത്തുവാരിയിട്ടുണ്ട് തോന്നുന്നുണ്ടോ? 100% തൂത്തുവാരിയിട്ടുണ്ട്. ഈ വോട്ടിങ്ങിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം പോളിംഗ് ശതമാനം അധികമായിരുന്നു ഈ ബൂത്തിൽ വെച്ച് നോക്കുമ്പോൾ. ഇതിപ്പോൾ 2 ബൂത്തുകളാണ് കൂടിയിരിക്കുന്നത്. നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ. ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ കാണുന്നു? അത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ UDFന് എന്തെങ്കിലും ഒരു മേൽക്കൈ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലുണ്ടായിരുന്നു? UDFന്റെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ UDFന്റെ സ്ഥാനാർത്ഥി തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ട് 2 പാർട്ടി ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്നിരുന്ന ഒരാളാണ് മുരളീധരൻ. പിന്നെ ആളുടെ സിസ്റ്റർ ആണെങ്കിൽ നമ്മളുടെ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിക്ക് ഒരു ഗുണം ചെയ്തു. കാരണം സിസ്റ്റർ ആയാലും പത്മജ വേണുഗോപാൽ, പത്മശ്രീ ആയാലും നമ്മൾക്ക് അവരുടെ താല്പര്യങ്ങൾ, അതായത് നമുക്ക് ബി.ജെ.പിക്ക് അനുകൂലമായാണ് അവർ വോട്ട് പിടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ മുരളീധരനൊക്കെ ഇവിടെ തൃശ്ശൂർ ഒരിക്കലും കിട്ടാനുള്ള സാഹചര്യമില്ല. കാരണം പ്രവർത്തനങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ ഗുരുവിൻ്റെ മകനായിരുന്നിട്ട് പോലും ആ ഗുരുവിൻ്റെ ഇതൊന്നും ആൾക്ക് തൃശ്ശൂർ ഇതിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല. നല്ല ഒരു അച്ഛനായിരുന്നു കരുണാകരൻ എന്ന് പറയുന്നത്, മുരളീധരന്റെ അച്ഛൻ. പക്ഷെ മകന് അതിനോടൊന്നും യോജിച്ചു പോവാനോ അതിന്റെ കഴിവുകളൊന്നും അച്ഛന്റെ മുരളീധരന് കിട്ടിയിട്ടില്ല. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു കരുവന്നൂർ. അപ്പോൾ ഈ കരുവന്നൂരിനെ സംബന്ധിച്ച് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വന്ന് ഇവിടെ വോട്ട് ചോദിച്ചിട്ടുണ്ടോ? ഈ തട്ടിപ്പിനറിയായിട്ടുള്ള സഹകാരികളോട് ചോദിച്ചിട്ടുണ്ടോ? അവര് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, വോട്ട് ചോദിച്ചിട്ടില്ല. അവരുടെ ചോദിക്കാൻ വരുന്ന ജനങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നില്ല. അവരുടെ നോട്ടീസൊക്കെ വീടുകളിൽ ഭവനങ്ങളിൽ ഒന്നും മിണ്ടാതെ അവർ വെച്ചിട്ട് പോയിരിക്കുന്നത്. വോട്ട് ചോദിക്കാനുള്ള ധൈര്യം അവർക്കില്ല. അവർക്ക് അതിനുള്ള അർഹതയുമില്ല ചോദിക്കാൻ. അത് ജനം കബളിക്കപ്പെട്ടു. ബാങ്കിന്റെ ഓരോ അതായത് അച്ഛനമ്മമാര് മക്കളെ വിവാഹം കഴിച്ച് പറഞ്ഞയക്കുന്നതിനും അതുപോലെ തന്നെ വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ ഇട്ടിരിക്കുന്ന പൈസ ഇവര് എത്രയോ കോടികൾ ഒരു ജനങ്ങളെ പറ്റിച്ചു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇത് ഇവിടുത്തെ കരുവന്നുകാർ ഒരിക്കലും മറക്കില്ല. അതിൽ നിന്നൊരു മോചനം നമ്മുടെ സുരേഷ് ഗോപിക്ക് മാത്രമേ, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് മാത്രമേ അവർക്ക് അതിനൊരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹം ഇവിടെ പ്രചരണത്തിന് വന്നപ്പോൾ ഈ സഹകാരികളുടെ 1 രൂപ പോലും ഒരിക്കലും നഷ്ടപ്പെടില്ല, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, പാവപ്പെട്ട സഹകാരികൾക്ക്. ഇപ്പൊ നരേന്ദ്രമോദി ഈ ഒരു കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള കൊള്ളയുണ്ടല്ലോ,
ആ തട്ടിപ്പിന്റെ യഥാർത്ഥ പ്രതികളെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അതോടൊപ്പം ആ പണമെല്ലാം തിരിച്ച് പാവങ്ങൾക്ക് നൽകുന്നുള്ള രീതിയിലൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതൊക്കെ നടപ്പിലാവാൻ സാധ്യതയുണ്ടോ? 100% നടപ്പിലാക്കും. പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയാ. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി പ്രവർത്തിച്ചിട്ടുള്ള ആരാണ്? നരേന്ദ്രമോദിജി. അതുകൊണ്ട് 100% മോദിജിയുടെ ഗ്യാരണ്ടി നടപ്പിലായിരിക്കും. പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ വലിയ തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വോട്ടുള്ളതാണല്ലോ. ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് ഇത്തവണ BJPക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവരുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? പ്രതികരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഞാൻ ഇതിൽ മുന്നൊരു പറഞ്ഞിട്ടുണ്ട്. അവര് പണ്ടനാലെ തുടങ്ങി കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും കൂടി കരുവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അവര് കുറച്ചധികം ക്രിസ്ത്യാനികളുടെ പൈസയൊക്കെ ഈ ബാങ്കിൽ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ക്രിസ്ത്യാനികൾക്ക് ഇനി പൈസ തിരിച്ചു കിട്ടുന്നെങ്കിൽ നമ്മുടെ മോദി ഗവൺമെന്റ് അതുപോലെ തന്നെ നമ്മുടെ സുരേഷ് ഗോപി ജയിച്ചു വരണം. അപ്പോൾ ആ ഒരു അവസരത്തിൽ പോലും അവർക്ക് അവരുടെ പൈസ കിട്ടാനും ഇനിയൊരു രക്ഷ സുരേഷ് ഗോപി ജയിച്ചാൽ മാത്രമേ ഇതിനൊരു കച്ചിത്തുരുമ്പുള്ളോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഈ നാട്ടിൽ അല്ലെങ്കിൽ ജീവിതം ജീവിച്ച് തീർക്കുവാൻ വേണ്ടിയിട്ട് മോദി ഗവൺമെന്റ് നിലനിന്നാലേ സാധിക്കുള്ളൂ എന്ന് ക്രൈസ്തവ ജനതയ്ക്ക് പകുതി മുക്കാലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് BJPക്ക് ഇവിടെ സാധ്യത. അതെ. നമസ്കാരം. എങ്ങനെയുണ്ട് ചേട്ടാ കരുവന്നൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ? കരുവന്നൂർ ഇപ്പോൾ ശക്തമായ പോളിംഗാണ്. ഇപ്പോഴും ക്യൂവില് സമയം ഒരു 5:45 ഇപ്പോഴും ക്യൂവിൽ ഒരു 150 ആളുടെ അടുത്ത് ഇപ്പോഴും ക്യൂവിലുണ്ട്. കരുവന്നൂര് BJP സുരേഷ് ഗോപി തൂത്തുവാരും എന്ന് പറയുന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. നടപ്പിലാവോ അത്? തീർച്ചയായും സുരേഷ് ഗോപി വട്ടം നല്ല വിജയം കരസ്ഥമാക്കും. കരുവന്നൂരിലെ ഈ സഹകാരികളുണ്ടല്ലോ തട്ടിപ്പിനിരയായവര്, ഇവരോട് വോട്ട് ചോദിക്കാനായിട്ട് LDFും UDFും ഒക്കെ പോയിട്ടുണ്ടോ? LDF ഒരു കണക്കിന് പോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലാത്ത ഒരു കാര്യമായിട്ടാണ്. അവര് പരമാവധിയും വീടുകളിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണ് അവർക്കുള്ളത്. വോട്ട് ചോദിക്കാനുള്ള തീരെ യോഗ്യതയില്ലാത്ത ആളുകളാണ്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവരെ ആട്ടി പുറത്താക്കുന്ന രീതിയിലാണ് വോട്ടർമാരുള്ളത്. വലിയ തരത്തിൽ സുരേഷ് ഗോപിക്ക് തന്നെ സാഹചര്യം ഒരുക്കും. സുരേഷ് ഗോപിക്ക് എന്തായാലും വിജയം ഉറപ്പാണ്. ഇദ്ദേഹത്തിന് ഉറപ്പിച്ചു പറയാനുള്ള കാരണം കരുവന്നൂർ വിഷയം മാത്രമാണ്. കരുവന്നൂർ വിഷയം മാത്രമല്ല, സുരേഷ് ഗോപി നല്ല രീതിയിലുള്ള പ്രവർത്തനവും കാര്യങ്ങളും സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്കൊരു കേന്ദ്രമന്ത്രി വരാന്ന് പറഞ്ഞത് അതൊരു നല്ല കാര്യമല്ലേ? അപ്പൊ ജനങ്ങൾ ആലോചിക്കും, നല്ല രീതിയിലുള്ള തീരുമാനമെടുക്കും. ചേട്ടാ നമസ്കാരം. സുരേഷ് ഗോപിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാല് ജാതി മതം നോക്കാതെയും രാഷ്ട്രീയം നോക്കാതെയും ആള് നല്ല രീതിയിൽ എല്ലാവരും നന്നായി സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പോൾ നമ്മൾ ഈ കോർപ്പറേറ്റിലെ കാര്യം തന്നെ പല ആൾക്കാർക്ക്, വയ്യാത്ത ആൾക്കാർക്കൊക്കെ കുറേ കാശുകൾ ഇയാൾ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയം നോക്കലില്ല, ജാതി നോക്കലില്ല, മതം നോക്കലില്ല. അങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയാണ് അയാള്. അത് സൂപ്പറായിട്ട് ഈ സുരേഷ് ഗോപി ജയിക്കുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കരുവന്നൂരിലെ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള CPMന്റെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ കാര്യകർത്താക്കളുണ്ടല്ലോ, നേതാക്കന്മാര്, ഇവരെല്ലാം ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി കരുവന്നൂർ വിഷയം സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ചിലവർക്ക് വെച്ചാൽ അവരുടെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവര് ചില ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ എത്ര ഇതായാലും അവരുടെ പാർട്ടി അങ്ങനെയാണ്. തെറ്റ് ചെയ്താൽ അവർ തെറ്റ് ചെയ്തു എന്ന് പറയാത്ത ആൾക്കാരാണ്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവര് സുരേഷ് ഗോപിക്കൊപ്പം നിന്നിട്ടുണ്ടോ? അതിൽ കുറച്ച് പേർക്ക് വലിയത് ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്, കണ്ടമാനം ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇവരാൾക്കാർക്ക് തന്നെ.